തേനീച്ചകൾ ഇല്ലാതാകുന്നു. നിങ്ങൾക്കറിയാമോ, തേനീച്ചകൾ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ചിലപ്പോൾ ഇല്ലാതായേക്കാം. എന്നിട്ടും ലോകമെമ്പാടുമുള്ള ബി കോളനികൾ, തേനീച്ച കോളനികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തേനീച്ച വളർത്തുന്നവർ പറയുന്നത് കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയ്ക്ക് മുഴുവൻ തേനീച്ച കോളനികളും ഒറ്റ രാത്രി കൊണ്ട് തന്നെ വാനിഷ് പോയിട്ടുള്ള, അപ്രത്യക്ഷമായി പോയിട്ടുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് CCD അഥവാ കോളനി കൊളാപ്സ് ഡിസോർഡർ എന്നാണ്. തേനീച്ച കോളനികളിൽ തേനും ലാർവയും രാജ്ഞിയും ഉണ്ടാകുമെങ്കിലും വർക്കർ തേനീച്ചകൾ, തൊഴിലാളി തേനീച്ചകൾ ഇല്ലാതാകുന്ന, ഭൂരിഭാഗം ഇല്ലാതാകുന്ന ഒരവസ്ഥ. വർക്കർ തേനീച്ചകൾ ഇല്ലാത്ത കോളനി, കൂട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവരില്ലെങ്കിൽ ടോട്ടൽ കോളനി നശിച്ചു പോകുന്നു. 2006 മിസ്റ്റീരിയസ് ആയിട്ടുള്ള വർക്കർ തേനീച്ചകൾ ഇങ്ങനെ അപ്രത്യക്ഷമാകുന്നത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് US-ലും പിന്നീട് യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ സിമിലർ ആയിട്ടുള്ള കേസുകൾ ഉണ്ടായി. വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഇല്ലെങ്കിലും തേനീച്ചകൾക്ക് ഉപദ്രവകാരികളായിട്ടുള്ള വെറോവമൈറ്റുകൾ, ചെള്ളുകൾ കാരണമായിരിക്കാം. കാലാവസ്ഥയിലുള്ള വ്യത്യാസം തേനീച്ചകളെ കൺഫ്യൂസ് ചെയ്തേക്കാം. ആവാസ വ്യവസ്ഥയുടെ തകരാറുകൾ, മാത്രമല്ല കീടനാശിനികൾ, നിയോണിക്കോട്ടിനോയിഡ്സ് പോലുള്ള കീടനാശിനികളുടെ ഉപയോഗം വലിയ രീതിയിൽ തേനീച്ചകളുടെ നാശത്തിന് കാരണമാകുന്നുണ്ട്. ഇത് തേനീച്ചകളുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നു. നേവിഗേറ്റ് ചെയ്യാനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള കഴിവിനെ വരെ ബാധിക്കുന്നു. ലോകത്തിലെ 70% വിളകൾക്കും കാരണമായ തേനീച്ചകളില്ലെങ്കിൽ ഭക്ഷണവില കൂടും, ആവാസ വ്യവസ്ഥ തകരും. കൃത്രിമമായ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് തേനീച്ചകൾക്ക് പകരമാവാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പേർക്കും